സൂപ്പർ മോം. ഇന്ന് നമ്മൾ സൂപ്പർ മോം ചാനലിൽ കാണാൻ പോകുന്നത് സ്നോ കിങ്ഡമിലെ കാഴ്ചകളാണ്. അതായത് VGP ഗോൾഡൻ ബീച്ച് റിസോർട്ട്സിൻ്റെ ഒക്കെ കീഴിലുള്ള സ്നോ കിങ്ഡത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ സ്നോ കിങ്ഡത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ നമ്മളിപ്പോൾ സ്നോ വേൾഡിനുള്ളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ സ്നോ വേൾഡിനുള്ളിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഞങ്ങളെല്ലാം ഫുൾ പാക്ഡായിട്ട്. നല്ല തണുപ്പാണ്. നല്ല തണുപ്പാണേ. നല്ല ചെന്നൈയിലെ ഈ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് വന്ന് നല്ല ഒരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ അന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പാവം നടക്കാനൊന്നും വയ്യ, ബൂട്ട്സൊക്കെ ഇട്ടിട്ട്. കാലൊക്കെ മരവിക്കുന്നുണ്ട്. ബൂട്ട്സ് ഇട്ടിരുന്നാലും കാലൊക്കെ നല്ലപോലെ മരവിക്കുകയാണ്. കൈ അതുപോലെ തന്നെ മരവിക്കുന്നു. ഇതേ ഇവിടെ ഉണ്ടോ ചെറിയൊരു റോക്ക് ക്ലൈമ്പിങ്ങിൻ്റെ മാതൃകയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെയ്യാം. പിന്നെ ഇതേ ഈ സൈഡിലായിട്ട് ഒരു കാസിൽ പോലെ, അതിന് മുകളിൽ കയറാൻ തോന്നുന്നു. അതിന് മുകളിൽ കയറിയിട്ട് ദേ അവിടുന്ന് സ്ലൈഡ് ചെയ്ത് കുട്ടികളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈഗ്ലൂ ഉണ്ട്. ഈഗ്ലൂവിനുള്ളിലൊക്കെ കയറാൻ തോന്നും. നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം. ഒരു 5 മിനിറ്റ് പോലും ആയില്ല ഞങ്ങൾ കയറിയിട്ട്. ബട്ട് അതിനുള്ളിൽ കിടുങ്ങ. ചെറിയൊരു എന്താ പറയുക, ഒരു കൂടാരം പോലെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ അതിനുള്ളിൽ ജസ്റ്റ് ഒന്നുമില്ല, വെറുതെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടും അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ. നല്ല തണുപ്പാണ്. എങ്ങനെയുണ്ട് ഷാമേ? നല്ല തണുപ്പ്. നല്ല തണുപ്പുണ്ടല്ലേ? അക്കു എങ്ങനെയുണ്ട്? അയ്യോ അന്നു ഇറങ്ങില്ല. അയ്യോ അന്നു. ഗ്ലൗസ് എടുക്കാൻ മറന്നു. പറ്റുന്നില്ല, നല്ല തണുപ്പാണ്. ഞങ്ങൾക്ക് തന്നെ സഹിക്കാൻ വയ്യ. അനുഭവി കിടുങ്ങുന്നുണ്ട്. എന്നാലും നല്ലപോലെ എൻജോയ് ചെയ്യാണ് അവളിവിടെ. എന്താ കേട്ടോ, നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരാൾ
ഗ്ലൗസ് അവൾക്ക് ഇട്ടിട്ടില്ല. അക്കു പക്ഷേ എടുത്തു. ഞങ്ങൾ എടുക്കാൻ വിട്ടുപോയി. ഇവിടെ നമ്മുടെ ബാക്കിലുണ്ട് ഒരു സ്നോ ഹൗസ് പോലെ. പിന്നെ ചുമ്മാ ഇവിടെ ഒരു ഈഗിളും ഉണ്ട്. കുട്ടികളൊക്കെ അതിനകത്ത് കയറി, കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുപാട് പേര് അതിനകത്ത് കയറി കളിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ നിങ്ങളിവിടെ? മഞ്ഞിങ്ങനെ സ്പ്രേ ചെയ്യുകയാണ്. ഇവിടെ വാട്ടർ സ്പ്രേ ചെയ്യുകയാണ്. സോ ഇവിടെ ഇങ്ങനെ ഈ മഞ്ഞിങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേഹത്തെല്ലാം വെള്ളം. ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ വെള്ളം വീണിട്ട് പിന്നെ ഒന്ന് റെക്കോർഡ് ചെയ്യലൊന്നും. നല്ല തണുപ്പാണ്. അന്നു പാവ കരയുന്നുണ്ട്. നമുക്ക് അങ്ങനെ കയറാൻ പറ്റുന്നില്ല. ഇവിടെ അക്കു ട്രാംപലൈനിൽ കയറി ചാടുന്നുണ്ട്. അക്കു ട്രാംപലൈനിൽ കളിക്കാൻ കയറിയതിനാണ് ഇവിടെ ഒരാൾ കരയുന്നു. അതിനോട് തലയിലെല്ലാം മഞ്ഞ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉണ്ട് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ. ഇവിടെ കണ്ടോ മുതിർന്നവരുണ്ട്. സ്ലൈഡ് ചെയ്ത് മുതിർന്നവർക്കുള്ള സ്ലൈഡുണ്ട് ഇവിടെ. അടുത്ത ആൾ വരുന്നുണ്ട്. കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിവിടെ. നമ്മളിപ്പോൾ ഈ ചെന്നൈയിലെ ഈ ചൂട് സമയത്തൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ വളരെ നല്ല റിലാക്സിങ് ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പോകാം. ഇവിടെ കാസലിൻ്റെ ഇടയ്ക്ക് നിന്ന് മഞ്ഞുകളിങ്ങനെ സ്പ്രേ ചെയ്ത് എന്താ പറയുക, ഒരു ഒറിജിനൽ സ്നോ വേൾഡിൽ വന്ന ഒരു ഫീല് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്നോ വേൾഡിലെ കാഴ്ചകൾ. അധികമൊന്നുമില്ല ഇവിടെ. നമുക്ക് ആക്ച്വലി ഹാഫ് ആൻ അവർ ആണോ 45 മിനിറ്റ്സ് സംതിങ് ആണ് നമുക്ക് ഒരാൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുക. ബട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ അതിന് മുന്നേ പുറത്തിറങ്ങാൻ പോവാണ്. കാരണം നല്ല തണുപ്പാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ജലദോഷമൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് ഇപ്പോൾ. സോ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോവാണ്. ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ സ്നോ വേൾഡിൽ നിന്ന് പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അന്നു തണുത്ത് വിറച്ച് കരച്ചിലൊക്കെ ആയി, കരഞ്ഞ്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് പുറത്ത് വന്നതാണ്. അധികം നേരം നിന്നില്ല. ഇത്രയൊക്കെയാണ് സ്നോ വേൾഡിലെ കാഴ്ചകൾ. സോ നിങ്ങൾക്കെല്ലാവർക്കും ഈ കൊച്ചു വ്ളോഗ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ദയവായി എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് സൈഡിലായി വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. സോ വീണ്ടും നല്ല ഒരു വ്ളോഗുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.